ആറിറങ്ങി അതുകൊണ്ട് ഒരുത്തൻ ചാടി ഇവിടെ ചാടി അവനെ തിരിച്ച കൂട്ടി കയറണം നടക്കുന്നു നോക്ക് ചേട്ടാ പേര് വിളി പേരോ എന്തേലും മക്കുന്നോ കുക്കുന്നോ എന്തേലും വിളിച്ചാ നീ വിളിക്കടി മിക്കുന്ന് വിളിച്ചോ വിളിച്ചപ്പോഴേ കേട്ടു. വെൽക്കം ടു ലൈസ് മീഡിയ. നമ്മൾ ഇതാണ്ട് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഫർഹെവൻ എന്ന് പറയുന്ന പെറ്റ് ബോർഡിംഗ് ആണ് കേട്ടോ. പെറ്റ് ബോർഡിംഗ് മാത്രമല്ല, ഇവിടെ പെറ്റ് ഷോപ്പും അതേപോലെ പെറ്റിൻ്റെ ഗ്രൂമിങ്ങും ഉണ്ട്. സ്ഥലം എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് ഇതേതാടി സ്ഥലം? ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് കേട്ടോ. ഇവിടുത്തെ നമ്മൾ ബോർഡിംഗ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് പതുക്കെ എങ്ങോട്ട് പോവാം. സൗണ്ടിന് നല്ല നോയ്സ് ഉണ്ടായിരിക്കും, കാരണം ഇത് റോഡ് സൈഡിലാണ്. ഇവിടെ നമുക്ക് ആദ്യമേ ബോർഡിങ് കാണാം കേട്ടോ. അടിപൊളി ഒരു AC ബോർഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എയർ കണ്ടീഷൻഡ് ആണ്. അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണണ്ട ഇതാരാ ഗ്രൂമിങ്ങിനുണ്ട് വന്ന ആളാ കേട്ടോ. ഇവിടെ ഗ്രൂമിങ് ഉണ്ട്. ഇതാണ്ട് ബോർഡിങ് ഇതാണ്. എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ ഇങ്ങനെ വേറെ സെറ്റപ്പ് ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ലല്ലേ? കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇതാരാ? ഇയാൾ ഇവിടുത്തെ ആളാണോ അതോ ബോർഡിങ്ങിൽ കൊണ്ടുവന്നതാണോ? ഇവിടുത്തെ പെറ്റാണ്. ഇത് ബോർഡിങ്ങിൽ കൊണ്ടുവന്ന ആളാ അല്ലേ? റോട്ടാണ്. എത്ര മാസമായതാ? പേരെന്താ ഇയാടെ? ടൂണയുടെ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നില്ല. എവിടെ ഒരാൾ താഴെ ഉണ്ട്. അടുത്ത ഏതാണ്ട് ഇവിടെ ആണ്. ഇത് സ്റ്റാഫ് ഉള്ളിയാണോ? ഇത് വലിയ ഡോഗ്സിനെ ഇടാനാണോ? പ്രശ്നക്കാരും വല്ലവരും ആണോ? ഒരു സെന്റ് ബെർണാഡ് ഉണ്ട് കേട്ടാ. സെന്റ് ബെർണാഡ് ഇവിടുത്തെയാ അല്ലേ? ഇയാളോ? ഇത് ബോർഡിങ്ങിനുള്ള ഗോൾഡൻ റിട്രീവർ. ഇത് എത്ര നാളായതാ? 3 days ആയില്ലേ? നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം കേട്ടോ. നമുക്ക് ആദ്യം ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇത് മേളിലും കൂടുതലല്ലേ? ഇതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഉടമയാണ്. പേരൊന്ന് പരിചയപ്പെടുത്താവോ? കൊല്ലം കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹൈസ്കൂൾ ജംഗ്ഷൻ ആണ്. ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ടിട്ട് സൗണ്ടിന്റെ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ അകത്തുള്ള ഡോഗ്സ് ഒക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഫുൾ AC ആണ് ഇവിടെ കേട്ടോ. ഫുൾ AC ആണ്, നല്ല തണുപ്പാണ്. ഇപ്പൊ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് പെറ്റ് ഷോപ്പ്, പെറ്റിന്റെ ഗ്രൂമിങ്, അതേപോലെ തന്നെ ബോർഡിങ്. ഇത് മൂന്നുമല്ലേ? ഇത് കൂടാതെ നമുക്ക് ഡോഗ്സ് ഉണ്ടോ? ഡോഗ്സിന്റെ സെയിൽസ് നമുക്ക് റീസെന്റ് വരുന്നുണ്ട്. കുറച്ച്
ടോയ് ബ്രീഡ്സിന്റെ സെയിൽ, പപ്പി സെയിലും കൂടെ, പെയിൻ സെയിൽസും കൂടെ നമ്മൾ ചെയ്യുന്നു. നമ്മളെന്തായാലും മെയിനായിട്ട് ഇവിടെ കാണാൻ വന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ബോർഡിംഗ് ആണ്. ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഓണമൊക്കെ അടുത്തു, വെക്കേഷനൊക്കെ ആയി, അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ട് എന്നുള്ളത് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ നിർത്താവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ബോർഡിങ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യമാണ് മെയിനായിട്ട്. ഇവിടുത്തെ ബോർഡിങ്ങിന്റെ പ്രത്യേകതകള്, കണ്ടീഷൻസ്, അതേപോലെ നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ്, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമുക്ക് കണ്ടീഷൻസ് ഒന്നും വേറൊന്നുമല്ല. ഒന്ന് ഫസ്റ്റ് കണ്ടീഷൻ ഡോഗ് വാക്സിനേറ്റ് ആയിരിക്കണം. ഡോഗ് വാക്സിനേറ്റ് ആണ്, ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ മെയിൻലി വെക്കുന്നത്. വാക്സിനേറ്റഡ്, അതേപോലെ ഹെൽത്തി എന്ന് ഉദ്ദേശിച്ചത് 2 വാക്സിനേഷൻ, റാബീസിന്റെയും അതേപോലെ തന്നെ മൾട്ടി കമ്പോണന്റ് വാക്സിനും കംപ്ലീറ്റ് ആയ ഡോഗ്സ്. ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞതായിരിക്കും അന്നേരം പറ്റുന്നത്. ഫുൾ വാക്സിനേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഡോഗ്സിനെ ആയിരിക്കും നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. സ്കിൻ ഡിസീസ്, ടിക്സ് ഇതൊന്നും പറ്റത്തില്ല. ഇല്ല, അത് ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഓൾറെഡി കസ്റ്റമർ കോൺടാക്റ്റിലാണെന്ന് നമ്മൾ വിളിച്ച് അവരോട് പറയും. വിളിക്കുമ്പോൾ തന്നെ പറയും ഡോഗ് കണ്ടീഷൻ ആയിരിക്കും. എനിവേ അവരോട് വന്നാലും നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ്, കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം, യാതൊരു വിധത്തിലുള്ള ഫിസിക്കൽ സ്കിൻ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത ഡോഗ്സിനെ ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. ഹെൽത്തി ഡോഗ്സിനെ ആയിരിക്കും അവിടെ ബോർഡിങ്സ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്. കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ, ഹെൽത്തി ഡോഗ്സ് ആയിരിക്കണം. ബ്രീഡ് എന്ന് പറയുന്നത് വിഷയമല്ല. പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അതായത് നമ്മുടെ നാടൻ ഡോഗ്സിനെ എന്തോ ചെയ്യുന്നുള്ളതൊക്കെ. അതൊന്നും ഒരു വിഷയമല്ല. നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോഗ്സിനെ നമ്മൾ എന്തായാലും അക്കോമഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ദിവസം ഇവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് ഫീസ് എന്താണ്? എല്ലാവരും ഇതിനകത്ത് താഴെ കമന്റ് ഇടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആ ഒരു ചോദ്യമായിരിക്കും. അതെ, നമുക്ക് വലിയ ബ്രീഡ്സ്, അതായത് ഒരു ലാർജ് ബ്രീഡ്സിനെല്ലാം നമ്മൾ 550 ആണ് പെർ ഡേ വരുന്നത്. അതിൽ 2 times നമ്മുടെ ഫുഡ് ഉണ്ടാവും, ഡ്രൈ ഫുഡ് ഉണ്ടാവും. ഇനി എന്തെങ്കിലും കസ്റ്റമർ അതിനുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളും മീൻസ് എന്തെങ്കിലും ഡ്രൈ ഫുഡ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഒരു വലിയ ബ്രീഡിന് 550 ആണ്, 550 രൂപ. അതെ. ചെറിയ ബ്രീഡ് ആണെങ്കിലോ 400 per day ആണ്. 400 per day ആണ്. നമുക്ക് അതിനകത്ത് ഡെയിലി ഉള്ള കോമ്പിങ്, ബ്രഷിങ് എല്ലാം വരും, ഇൻക്ലൂഡിംഗ് ആണ് പറഞ്ഞത്. ഓക്കെ, കോമ്പിങ്, ബ്രഷിങ് വരും, അതേപോലെ ഫുഡ് 2 നേരം വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കളിപ്പിക്കാനോ അതേപോലെ എന്തെങ്കിലും ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. വലിയ ബ്രീഡ്സിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് പേരുടെ ഒരു ആവശ്യം തന്നെയാണ് ഈ ഓണമൊക്കെ ആകുമ്പോഴും അതേപോലെ തന്നെ വേറെയുള്ള സമയത്തൊക്കെ എങ്ങോട്ടേലും മാറി നിൽക്കാൻ പറ്റത്തില്ല ഓണേഴ്സിന്. ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടേലും മാറി നിൽക്കാൻ ഭയങ്കര പാടാണ്. നമ്മള് ബോർഡിങ്ങില് പലയിടത്തും നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു പേടി എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമോ അതേപോലെ ടെൻഷനൊക്കെ കൊണ്ടിട്ടാണ്. അപ്പൊ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. നമ്മൾ ഇതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമുക്കിവിടെ സ്റ്റാഫ് ഉണ്ട്, അവർ 3 hours 2 hours കൂടുമ്പോഴത്തേക്ക് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവർക്കാണ് അതിന് ഇൻചാർജ്, കെയർ ചെയ്യാം, ടൈംസിൽ ഫുഡ് കൊടുക്കുക എല്ലാം. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോഗ് വന്ന് പോയി കഴിഞ്ഞാൽ ആ കേജ് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് അടുത്ത പെറ്റിനെ അക്കോമഡേറ്റ് ചെയ്തു. ഇതിലെല്ലാം ഉപരിയായിട്ട് അസുഖം ഉള്ളതിനെ എടുക്കത്തില്ല. അതെ, തീർച്ചയായിട്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അതിനെ ബാക്കി ഫർദർ. അതെ അതെ, നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകുന്ന ഒരാളിനെ നമ്മൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പപ്പിയെ തന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. ഇത്രയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഗ്രൂമിങ് നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. അതുകൊണ്ട് ഇപ്പൊ ഒരാളിനെ കൊണ്ടുവന്നെയാണ്, നമ്മൾ ഇവിടെ ഇരുന്നപ്പോ ഒരാളിനെ കൊണ്ടുവന്നെയാണ്. കുറച്ച് ജടയൊക്കെ ആയിട്ടുണ്ടല്ലേ, ഇച്ചിരി പണി വരും. അതിന്റെ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തെടുക്കണമെന്ന് തോന്നുന്നു. ഇതെന്തുവാണ് സംഭവം? ഇത് പ്ലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെറിയ ബ്രീഡിന് അല്ലേ? ചെറിയ ബ്രീഡിന് പ്ലേ ഏരിയ ആയിട്ടുള്ളതാണ്. പൂച്ചയുണ്ടല്ലേ? പൂച്ചയുടെ കാര്യം പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇത് ക്യാറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് 6 റൂമാണ് ഉള്ളത് ക്യാറ്റ്സിന് വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് ആള് കിടപ്പുണ്ട്. ഇത് നമ്മുടെയാണോ ആരെങ്കിലും കൊണ്ടുവന്നതാണോ? ഇത് കൊണ്ടുവന്നതാണോ അല്ലേ? ഓക്കെ ഓക്കെ. ഇവര് നമ്മളുമായിട്ട് ഇണങ്ങുമോ? ഇയാളുടെ പേരെന്തുവാ? പേരൊന്നും ആയിട്ടില്ല. ഓക്കെ. ഇയാളോ? ഇവര് ഒരു വീട്ടിലെയാണ് രണ്ടും? കയ്യൊക്കെ നീട്ടുന്ന കേട്ടാ. പൂച്ചയ്ക്കും കണ്ടീഷൻ സെയിം അല്ലേ? അതായത് വാക്സിനേറ്റഡ് ആയിരിക്കണം, അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്, സ്കിൻ ഡിസീസ് ഉണ്ടായിരിക്കരുത്. ഇതേ വാട്ടർ ബോട്ടിലാണോ അകത്ത് വെച്ചേക്കുന്നത്? ഓ, ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാണ് കേട്ടോ. അതിന്റെ അറ്റത്ത് ഈ പറഞ്ഞ ടച്ച് ചെയ്യുമ്പോ വെള്ളം വരും അല്ലേ? ഓക്കെ. അയാൾ എന്തായാലും ഹാപ്പി ആയിട്ട് കിടക്കുവാണ്, ബഹളമൊന്നും ഇല്ല. അതാണ്ട് വേറൊരാൾ കിടപ്പുണ്ട്. ഇത് കലിപ്പാ, തുറച്ചു നോക്കുന്നത്, കാര്യമൊന്നും ഇല്ല. ഇത് ഇതിന്റെ ഡോറിനകത്ത് പൂച്ചയുടെ പടവാ അല്ലേ? പൂച്ചയും മുള്ളും. ഓക്കെ.
അടിപൊളിയാണ്. പിന്നെ ഫാൻ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫാനും ഇതെല്ലാം ഓഫാക്കി വെച്ചേക്കുവാണ്. അല്ലാതെ അതിന് സെപ്പറേറ്റ് ഓരോരുത്തർക്കും കിട്ടുന്ന ഡയറക്ഷനിലാണ് ചെയ്തേക്കുന്നത്. ഇതാണ്ട് ഇത് കണ്ട, ഇതാ ഒരുത്തം കിടക്കുന്നതൊക്കെ നമ്മൾ വന്നപ്പോ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക. എന്തോ ഇതിന്റെ ഏടെ പേരെന്ത് വരുന്ന മറന്നുപോയി. കൈറ. കൈറ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഉറങ്ങിക്കോ. അങ്ങനെ തന്നെ കിടന്നു. ഓ ശരി. ഇയാടെ ഈ മുഖത്തുള്ളതെന്ന് പറയുന്നത് ഡിസൈൻ ആയിട്ടുള്ളതാ കേട്ടോ. ചിലപ്പോ ക്രോസ് ബ്രീഡ് വല്ലതും വരുന്നതാണ്. ഓക്കെ ഓക്കെ. ചെറിയ ഏതാണ്ട് അങ്ങ് ബാക്ക് സൈഡിൽ വരെയും ഡിസൈനുകളുണ്ട് കേട്ടോ. ബ്ലാക്ക് കളറിലെ നമ്മൾ ലാബ്രഡോർ സാധാരണ ഒറ്റ കളറല്ലേ വരുന്നത്. എന്താണ് വിഷമിച്ചിരിക്കുന്നത്? പേരെന്തുവാ? ഇത് ചെറിയ പപ്പീസിന് വേണ്ടിയിട്ടുള്ള കൂടാണ് കേട്ടോ. ഇത്ര ഏരിയ ആണ് വരുന്നത്. ഇതിനകത്ത് എന്താണ്, ടൈലാണോ? ഗ്രിപ്പുള്ള ടൈലാണ്. അതായത് നമ്മൾ ബാത്റൂമിലേക്ക് ഇടുന്ന പോലെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഗ്രിപ്പുള്ള ടൈലാണ്. അടുത്ത ഇത് ഓരോ കൂടും അതുപോലെ തന്നെ അല്ലേ? ഇത് ഓരോ കൂട്ടിലും ഈ പറഞ്ഞോണം വാട്ടർ ബോട്ടിലും അതേപോലെ പാത്രവും വരും അല്ലേ? ഈ ഫീഡിങ്ങിനുള്ളത് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുവാണോ അതോ ഫീഡിങ്ങിനായിട്ടേ ഫുഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് പോകുമോ അതോ ടൈമിൽ കൊടുക്കുവാണോ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു കസ്റ്റമറിന് നമ്മളിവിടെ ഏത് ഡോഗ് ഫുഡാ കൊടുക്കുന്നത്? നമ്മളിവിടെ ഫോക്കസ് ആയിരിക്കും, അതായത് റോൾസിന്റെ ഫോക്കസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി ഓണറിന് വേറെ ഏതെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ആയിട്ട് പറയണം അല്ലേ? ഞാൻ ചോദിച്ചതാണ്. ഇപ്പൊ ചില ബ്രീഡ് ഒരു ഫുഡ് മാത്രം കഴിച്ചോണ്ടിരിക്കുന്നതായിരിക്കും, ബാക്കിയുള്ളത് പ്രശ്നമുണ്ട്. ഓക്കെ. സപ്ലിമെന്റ്സ് വല്ലതും ഫീഡ് ചെയ്യുമോ? അത് കൊടുക്കണം അല്ലേ? കസ്റ്റമർ ആവശ്യങ്ങൾ കസ്റ്റമർ പറയണം, പറയുന്ന അനുസരിച്ചിട്ട് നമുക്ക് എല്ലാ ബ്രീഡ്സിനും ഈ സെയിം റേറ്റ് ആയിരിക്കണമെന്നില്ല. ഒരു കസ്റ്റമർ ഒരു ഡോഗിൽ നോക്കുന്ന അത്രയും പ്രീമിയം അതിലായിരിക്കാം, ചിലപ്പോൾ അത്രയും കോസ്റ്റ്ലി ഫുഡും അത്രയും സപ്ലിമെന്റ്സും. ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഇപ്പൊ ഒരു കസ്റ്റമർ നമ്മുടെ പപ്പിയെ ഇവിടെ ഏൽപ്പിക്കുന്നു, ഫുഡൊക്കെ അവർ തരുന്നു, ഫുഡ് സപ്ലിമെന്റ്സ് ബാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തരുന്നു. അപ്പൊ റേറ്റ് എങ്ങനെയാ വരുന്നത്? 500 per day വലിയ ഡോഗ്സിന്. ഓക്കെ. ചെറിയ ഡോഗ്സിന് അതിനനുസരിച്ച് കുറയും അല്ലേ? ഫുഡിന്റെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് കുറയും. ഓക്കെ. ഇത് മേളിലൊക്കെ നല്ല ഒരാൾ ഉറക്കമായി. നേരത്തെ നമ്മളിവിടെ കണ്ടോണ്ടിരുന്നതാണ്. ഉറങ്ങുന്നതെന്ന് പറയുന്നത് ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടാ. തണുപ്പുള്ളതുകൊണ്ടാണ് ഉറങ്ങുന്നത്. അടുത്ത ആളും ഏകദേശം ഉറക്കത്തിലോട്ട് എടുത്തോണ്ടിരിക്കുവാണ്. താഴെ അതായത് നമ്പർ കിട്ടിട്ടുണ്ടല്ലേ? D1 D2 D3 അങ്ങനെ D8 വരെ. പിന്നെ 2 വലിയ കേജ് വലിയ ഡോഗ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്യാറ്റിന്റെയാണ് C1 C2 C3 അങ്ങനെ മൊത്തം 8ഉം 6ഉം 14 2 16 പിന്നെ അകത്ത് 6 അല്ലേ? 16 6 22 കേജാണുള്ളത്. ഇവിടെ ക്യാറ്റ്സും അതേപോലെ പപ്പീസും ഒക്കെ സെയിൽസ് ഉണ്ട്. നമ്മളിപ്പോ അവിടെ കിടക്കുന്ന ക്യാറ്റ്സ് എന്ന് പറയുന്നത് സെയിൽസിനുള്ളതാണ്. ഞാൻ വിചാരിച്ച ബോർഡിംഗ് ആണ്. ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സെയിൽസിനുള്ളതാണല്ലേ. അപ്പൊ അത് ഏത് ടൈപ്പ് ക്യാറ്റാ? എനിക്ക് ക്യാറ്റിനെ കുറിച്ച് അധികം അറിഞ്ഞുകൂടാ. അതിന് എന്തൊക്കെ റേറ്റ് വരുന്നത്? 25,000 ആ കിടക്കുന്ന മൂന്നിനും. അങ്ങ് അറ്റത്ത് കിടക്കുന്നതിന് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് സെയിൽസിനുള്ളതാണ്. പപ്പീസും എല്ലാം സെയിൽസിനുള്ളതാണോ? അതായത് ഈ ഒരെണ്ണം സെയിൽസിനുള്ളതാണോ? ഇവിടെ ഇവിടെ ഇയാള് സെയിൽസിനുള്ളതാണ് അല്ലേ? ഓക്കെ. ഉറങ്ങുവാണ്, നമ്മൾ ഉണർത്തുന്നില്ല. നേരത്തെ ഇവിടെ കളിച്ചോണ്ടിരുന്ന ആളാ കേട്ടാ. എന്താണ്ട് നമ്മള് ഒരു കില്ലാടി നല്ല വെളിയിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടാ. ഇവനെ നമുക്ക് ഇവിടെ തുറന്നു വിടാൻ പറ്റത്തില്ല. ദേഹത്തെ അടി കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ കുത്തിമറിക്ക് വീഴും. നല്ല ആരോഗ്യമാണ്, നല്ല സൈസുമാണ്. ഞാൻ പേരെന്തായിരുന്നു മറന്നുപോയി. മാഗ്നം. അവിടെ പേടിച്ച ഒരാളോടെ ഉണ്ട്. ഇങ്ങോട്ട് വഴി പേടിക്കണ്ട, വെളിയില്ല. അല്ല അകത്താ. നീയാ വെളിയില്. വല്ല പറഞ്ഞ വല്ലതും കേക്കുവോ? ഇപ്പൊ പുതിയ സ്ഥലത്തെത്തി എന്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ഡോഗാണല്ലേ? ഇദ്ദേഹത്തിന്റെയാണ് ബ്രീഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ? എന്ത് എന്നെ കണ്ട് ദേഷിക്കുവാന്നോ? ആണോ? അമ്മ പറയാൻ പറ്റത്തില്ല. ഇയാൾക്ക് വേറെ ഡോഗ്സിന്റെ അടുത്ത് നിന്ന് വന്നോണ്ട് ചിലപ്പോഴേ അതായിരിക്കും മണപ്പിച്ച് നോക്കുന്നത്. ആണ് ഫ്രണ്ട്ലി ആണ് ആള്. പിന്നെ നേരത്തെ അടിച്ചേർന്ന പ്രശ്നം കാണും. അതല്ല തലയാക്കാട്ടുന്ന കേട്ടോ. ഇതിൽ ആന തലയാട്ടുന്നതാണ്. വെളിയിൽ ചാടാനുള്ള പണിയാ കേട്ടാ. പിന്നെ ഒരു ഗുണമുണ്ട്, ചാടി വരാനൊന്നും പറ്റത്തില്ല.
ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇയാടെ ഫീമെയിൽ ഉണ്ടോ വീട്ടില്? ഫീമെയിൽ 2-3 പേരുണ്ടാവും. 3 പേര്. ഇപ്പൊ ടോട്ടൽ എത്ര സെന്റ് ബെർണാഡ് ഉണ്ട് അവിടെ? 2 വയസ്സ്. നമുക്ക് സെന്റ് ബെർണാഡിനെ ഞാൻ വളർത്തി പരിചയമില്ല. ഇയാളുടെ കെയറും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമോ? അത് കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റു ബ്രീഡ്സ് വെച്ച് കുറച്ച് എക്സ്പെൻസീവും കുറച്ച് മെയിൻ്റെനൻസും ഉണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രോപ്പർ ക്വാളിറ്റിയിൽ എത്ര ഉണ്ടെങ്കിൽ കുറച്ച് മെയിൻ്റെനൻസും ഉള്ള എഫേർട്ടും ഉണ്ട് അതിലും. ഫുഡ് നല്ലോണം എടുക്കൂല്ലേ? ഫുഡ് നല്ല ഫുഡ് എടുക്കും. എന്ത് ഫുഡാ നമ്മള് കൊടുക്കുന്നത്? ഞാനിപ്പോ ഫീഡ് ചെയ്യുന്ന ഒരു ഡ്രൈ ഫുഡാണ്. മോർണിംഗ് ഡ്രൈ ഫുഡ് വിത്ത് എഗ്, ഈവനിങ് ഒരു 700 gram ചിക്കൻ, ലൈവ് ചിക്കൻ ആണ് കൊടുക്കുന്നത്. ഡെയിലി ചിക്കൻ കൊടുക്കും? ഡെയിലി ചിക്കൻ ആണ്. ഡെയിലി എന്തെങ്കിലും മീറ്റ് കാണും അല്ലേ? ഡെയിലി മീറ്റ് ആണ്. ഓക്കെ. എന്തായാലും ഇയാൾ പിന്നെ ഈ എക്സർസൈസ് ഒക്കെ നല്ലോണം വേണ്ടേ? വർക്കൗട്ട് വേണ്ട ഒരു കാറ്റഗറി ഉള്ള ടൈപ്പാണ്. നമുക്ക് വീട്ടിൽ സ്ഥലം ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഓട്ടിക്കാനും ഒക്കെ അല്ലേ? അതുകൊണ്ട് അവിടെ കടന്നു കേട്ടാ. ഇയാള് ആദ്യം ഒരു ആവേശം കാണിച്ചു കഴിഞ്ഞാലും പിന്നെ കടന്നോളൂ. നല്ല ടെമ്പറേച്ചറിലേക്ക് ആണെങ്കിൽ ആണ് ഭയങ്കര സ്ലീപ്പി ആണ്. അതുകൊണ്ട് അവിടെ കിടന്നോ കളിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ട് ഉടന്ന് കണ്ടിട്ട് വന്നതേ ഉള്ളു. ചൊറിയരുത്, അവൻ പിടിച്ച് തിന്നും കേട്ടാ. അവിടെ കിടന്നുറങ്ങും. അവിടെ കിടന്ന് ഉറങ്ങിക്കോ. വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല, അവൻ കുറയ്ക്കാൻ തുടങ്ങിയ. ഇനി എന്റെ അടുത്ത് വഴക്കിടാനായിട്ട്. ചേക്കാൻ്റെ വാ. അയ്യ കടിക്കാനാ ഏട്ടാ. അവിടെ കിടന്നോ AC ഒക്കെ ഉണ്ടല്ലേ. ഇത് കണ്ട റിംഗ് മാസ്റ്ററിനകത്ത് ടോബിയുടെ ഒക്കെ കൊണ്ടിരിക്കുന്നില്ലേ? വീട്ടിലെ എല്ലാരുമായിട്ടും കമ്പനിയാണോ? ഇപ്പം മിക്കവാറും മാത്രം കേട്ടാ. മേളിലായതിന്റെ കയ്യുക എനിക്ക് തോന്നുന്നു കളിക്കാനാ കേട്ടോ. ഇവർക്കൊക്കെ ഈ അങ്ങോട്ട് നമ്മളെ വിചാരിക്കും വേഷിച്ചാന്നുള്ളത്. അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ 2 പേരുടെ കിടന്ന് കളിക്കുന്നതാണ്. നമ്മള് വീട്ടിൽ കാണുന്നതാണല്ലോ. ഈ കാണിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ റൂമാണ്. ഇത് വലിയ ബ്രീഡ് വരുമ്പോഴേ, വലിയ ബ്രീഡിനൊക്കെ ഇതാണ്ട് ഇത്രയും കേജാണുള്ളത്. മേളില് 1, 2, 3, 4, 5 റൂമാണുള്ളത് കേട്ടോ. 5 റൂമാണുള്ളത്. എടുത്ത് കയറ്റി വെക്കാവുന്ന ബ്രീഡിനാണ് മേളില്. താഴെ എന്ന് പറയുന്നത് ഇത്ര ഹെവി വരുന്നതൊക്കെ താഴെയാണ്. ഇത്രയും റൂമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഓക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിടക്കുവാണ്, ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. കാരണം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല തണുപ്പുണ്ട്. ഇവർക്ക് ഈ ചൂടാ പ്രശ്നം. എന്താ ഇയാളുടെ പേര് ഞാൻ മറന്നുപോയി. കോക്കോ. എല്ലാം വെറൈറ്റി പേരാണല്ലോ. എന്താ അടുത്ത ഗ്രൂമിങ് ആട്ടോ. ഗ്രൂമിങ് അതുകൊണ്ട് ഒരുത്തി അവിടെ കണ്ടോണ്ട് ഉണ്ട്. നേരത്തെ നമ്മളിവിടെ നിന്നപ്പോഴാണ് പപ്പി വന്നത്. ഇതാണ്ട് ഇയാളുടെ പേര് ഗ്രേ എന്നാണ് പേര്. ദേഹത്ത് ഇച്ചിരി ജടയൊക്കെ ആയി പോയായിരുന്നല്ലേ? എനിക്ക് തോന്നുന്നത് അധികം ഗ്രൂം ചെയ്തിട്ടില്ലായിരിക്കും. പിന്നെ മഴയല്ലായിരുന്നോ? മഴ സമയത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടും. ഇത് എത്ര നേരം എടുക്കും ഗ്രൂമിങ്ങിന് നിങ്ങള്? അതുകൊണ്ട് ഒരുത്തൻ ചാടി ഇവിടെ ചാടി അവനെ തിരിച്ച കൂട്ടി കയറണത്. നടക്കുന്നു നോക്ക്. നമ്മൾ വിചാരിച്ചാലും കൂടെ ഇറങ്ങത്തില്ല കേട്ടാ. അയാൾ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ആക്കിയ കേട്ടോ. അത് അയാളുടെ സ്ഥലമല്ല. ചെറിയ പപ്പീസിനെയൊക്കെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെ അങ്ങോട്ട് ഇരുത്തിയേക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അടച്ചു കേട്ടാ. പേരെന്തുവാ? ഫെബിൻ. സ്ഥലം എവിടാ? കൊല്ലം തന്നെയാണല്ലേ? ചേട്ടന്റെ പേരോ? ജോബി. ഫെബിനും ജോബിയും. ഇനി 2 പേരെ മാത്രമേ ഉള്ളൂ? അത് ഇനിയുണ്ടോ ആൾക്കാര്? ഇനി 3 പേരുണ്ട്. ഒരാൾ അവിടെ എവിടെയോ വിളിച്ചിരിക്കുന്നുണ്ട്. ഡിമാറ്റിങ് ഇവിടെ ചെയ്യും അല്ലേ? ടീഷർട്ടിങ് ഇവിടെ. അടുത്തത് ഓക്കെ. അതായത് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ അറ്റ് എ ടൈം അന്നേരം ഒരു 3 പേരെയൊക്കെ ചെയ്യാം അല്ലേ? ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് നോക്കിക്കോണം, അടിപൊളിയാണ്. എനിക്ക് കണ്ടിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടാ. വേണ്ട, ഇത് പട്ടിയുടെ കുളിമുറിയാണ്. കണ്ടുകഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നല്ലതാ, അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അറ്റ് എ ടൈം പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലേ? ഓ, അത് ഇതും ടപ്പാണ്. വലിയ ഡോഗ്സിനെ കയറ്റാൻ തോന്നില്ലേ? ഇല്ലേ? ഇത് ഓക്കെ. അപ്പൊ അറ്റ് എ ടൈം 2 പേരെ ഇവിടെ കുളിപ്പിക്കാം. ഷാമ്പു ഒക്കെ ഏതൊക്കെ യൂസ് ചെയ്യുന്നേ? ഇവിടെ പെറ്റ്സിനുള്ള ഹെയർ കളറിംഗ് ഉണ്ട് കേട്ടോ. ഹെയർ കളറിംഗിൻ്റെത് എത്ര കളർ ഉണ്ട് ഇവിടെ? 7 കളേഴ്സ് ഉണ്ട്. 7 കളേഴ്സ്. ഏതൊക്കെ?
നോക്കട്ടെ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ടോ? ആയതുണ്ട്. ഓക്കെ, നമുക്ക് വായിക്കാം. യെല്ലോ ഓറഞ്ച് അല്ലേ? യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, ക്രീം, പിന്നെ 2-3 കളറുകൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് വായിക്കാൻ വയ്യ. എന്തായാലും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഗ്രൂമിങ്, ബോർഡിങ്, ഇവിടെ എല്ലാം ഹൈജീൻ കീപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇവിടെ ഏതാണ്ട് ഓരോ എക്യുപ്മെന്റും ഇവിടെ ഏതാണ്ട് ഈ മെഷീനിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇതിന്റെ കാര്യം ഒന്ന് പറയാമോ? അതെ, ഒരു ഗ്രൂമിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്യണം. ഓരോ ഡോഗിന്റെയും സ്കിൻ ഇൻഫെക്ഷൻസ് കാണും. ഓരോ ഗ്രൂമിന് ശേഷം ടൂൾസ് വാഷ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. ഇതിനകത്ത് എത്ര നേരം കീപ്പ് ചെയ്യും ഇത്? 10 minutes. ഓക്കെ, 10 minutes. ഫിലിപ്സിന്റെ ആണ്. ഓക്കെ, ആണ്. നമ്മള് ജസ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നേ ഉള്ളൂ. അൾട്രാ വയലറ്റ് അല്ലേ ഇത്? അതായത് എനിക്ക് തോന്നുന്നത് ഒരു ലിക്വിഡ് പുരട്ടിയിട്ടല്ലേ വെക്കുന്നത്, അതോ ഡയറക്റ്റ് വെക്കുവാണോ? ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ആയിക്കോളൂ അല്ലേ? ഓക്കെ, നമ്മളിത് ജസ്റ്റിന്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. കാരണം നിങ്ങൾ ഇപ്പൊ എവിടെ ഗ്രൂം ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇത് കൊല്ലം ജില്ലയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കോഴിക്കോട് ആണെന്നുണ്ടെങ്കിലും മലപ്പുറം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് ഗ്രൂമിംഗ് സെന്ററിലാണോ പോകുന്നത്, ഓരോ ചെയ്യുന്ന ചീപ്പാണെന്നുണ്ടെങ്കിൽ ഓരോ സാധനങ്ങളും അത് ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണോ എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ചില സ്ഥലത്തെന്ന് പറയുന്നത് മെഷീൻ ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ അപ്പം ബാക്കി സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഓഫറുകൾ ഇട്ടിട്ടുണ്ടോ? ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോർഡിങ്, ഗ്രൂമിങ്, അതേപോലെ പെറ്റ് സ്റ്റോർ, ഇതിനകത്ത് എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊന്ന് പറഞ്ഞുതരാം. നമ്മള് ഗ്രൂമിങ്ങിനും പിന്നെ പ്രോഡക്ട്സിനാണ് അപ്പം ഓഫർ ഇട്ടിരിക്കുന്നത്. അതായത് ഗ്രൂമിങ്സ് ഒരു 25-30% നമ്മൾ ഫ്ലാറ്റ് ഓഫർ ഉണ്ട്. 25-30% ഗ്രൂമിങ്ങിന് ഓഫർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ എന്താണ് പെറ്റ് പ്രോഡക്ട്സ്, അതിന്റെ എന്താണ് 20%, അതായത് ഡോഗ് ഫുഡ് അതേപോലുള്ള ഐറ്റംസിന് ഓഫർ ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഒന്നും കൂടെ പറഞ്ഞേക്കാം. കൊല്ലം ജില്ല ഹൈസ്കൂൾ ജംഗ്ഷനിലാണ്. ഒരു മേൽപ്പാലം ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് അല്ലേ? റോഡ് സൈഡിൽ തന്നെയാണ്. എന്തെന്ന് മനസ്സിലായോ? നമ്മുടെ സാധാ ലീഷ് തന്നെയാണ്. ആമസോണിലൊക്കെ കിട്ടും. ഞാൻ ഇവിടെ കണ്ടപ്പോഴത്തേന് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അതായത് ഏതാണ്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഈ സൈഡാണ് കോളറിൽ പിടിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള ഇതെന്ന് പറയുന്നത് നല്ല നീളമുണ്ട് കേട്ടോ. നീളം 5 മീറ്റർ നീളമുണ്ട്. 5 മീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ദൂരത്തിൽ നമുക്ക് കളിക്കാൻ വിടാനായിട്ട് പറ്റും. അപ്പം എത്രയും ഡിസ്റ്റൻസ് ആണോ നമുക്ക് വേണ്ടത് അത് കഴിയുമ്പോഴത്തേനും ഇവിടെ ലോക്ക് ഇടാം. ഇത് കണ്ട ലോക്കായി കഴിഞ്ഞ് നമുക്കിപ്പോ ഈ ഡോഗിനെ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലീഷ് ഇട്ടിട്ട് പതുക്കെ അങ്ങ് റിലീസ് ചെയ്ത് വിടാം ദൂരോട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ചെറിയ ലീഷ, കനം കുറഞ്ഞ ലീഷ് ചെറിയ ബ്രീഡ്സിന് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള വലിയ ബ്രീഡിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ട്രെയിൻഡ് അല്ലാത്തുള്ള ഡോഗ് നല്ല ലീഷ് പുള്ളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ല, അത് ഇതിനെക്കാട്ടിൽ തിക്നെസ് ഉള്ള നല്ല രീതിയിൽ ഇച്ചിരി ബലമുള്ള സാധനം വേണം. ചെറിയ പപ്പീസിന്, ചെറിയ ബ്രീഡ്സിന്, അതേപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള വലിയ ബ്രീഡ്സിനും ഒക്കെ ഉപയോഗിക്കാം. നല്ല നീളം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എന്തായാലും എടുത്തേക്ക് വേണ്ടത് കണ്ട നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും, പാടാട്ടാ. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ വയ്ക്കു കൊടുക്കണ്ട. പപ്പീസിന്റെ ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയ ഫ്രോക്കാണ് ഇത്. ഇല്ലേ, ബർത്ത്ഡേക്കുള്ളതല്ലേ ഇത്? ബർത്ത്ഡേക്ക് പറ്റിയ ഫ്രോക്കാണ്. നമ്മളിവിടെ കണ്ടപ്പോൾ ഒരു രസത്തിനെടുത്തതേ ഉള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ, പപ്പീസിന്റെ ഡ്രസ്സ് ഒരുപാട് കിടപ്പുണ്ട്, പല സൈസിലുള്ളത്. നമ്മളിപ്പോൾ ട്യൂണയ്ക്കായിട്ട് ഒരെണ്ണം വാങ്ങിച്ചായിരുന്നല്ലോ ബർത്ത്ഡേക്ക്. അതുപോലുള്ള ഡ്രസ്സ് ഒരുപാട് കിടപ്പുണ്ട്. ഇത് ഈ ബനിയൻ ടൈപ്പ് ഇച്ചിരി കട്ടിയുള്ള തുണിയാണ് കേട്ടോ. നമ്മൾ ട്യൂണയ്ക്ക് വാങ്ങിച്ചത് കട്ടി കുറഞ്ഞതായിരുന്നു, അതേ കിട്ടിയുള്ളായിരുന്നു. ഇപ്പൊ ദൂരോട്ട് വരാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പൊ അതാണ്ട് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ഉടുപ്പാണ്. പിന്നെ അവരുടെ കടി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ വേണേലും തീരാം. ഓക്കെ, ഇതൊരെണ്ണല്ലേ ഉള്ളു. ഓക്കെ, ഇത് വേറെ സൈസ് ഉണ്ട്. ഇത് വേറെ സൈസ് വരുമല്ലോ ഇത്? ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ വന്ന് വാങ്ങിക്കാൻ വേണമെങ്കിൽ. ഇത് നമ്മൾ കണ്ട ഡോഗിന്റെ തന്നെ പടം അവിടെ വരച്ചേക്കുന്നത് അല്ലേ? ഇത് ആര് വരച്ചു തന്ന്? ഫോട്ടോ വെച്ച് പറ്റും വരച്ചു തന്നോ? അതുകൊണ്ട് അതെന്ന് പറയുന്നത് സെയിം തന്നെയാണോ? അയാള് ഇയാള് ഫീമെയിലും മെയിലും.